ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു വർക്കിംഗ് ഡേ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. മൺഡേ ടു സാറ്റർഡേ ഒരു സെയിം പാറ്റേൺ തന്നെയായിരിക്കും. ആകെ അതിൽ മാറുന്നുണ്ടെങ്കിൽ ആ ഒരു ലിപ്സ്റ്റിക് ഞാനൊന്ന് മാറ്റും, ചിലപ്പോൾ കണ്ണിൻ്റെ കോപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറ്റും, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ യൂഷ്വലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറില്ല, കൺസീലറാണ് ഉപയോഗിക്കാറ്. കൺസീലർ ഉപയോഗിച്ച് എൻ്റെ മുഖത്തുള്ള ഫുള്ളുള്ള എൻ്റെ കുത്തും കോവയും പാടും കുരും ഒക്കെ ഞാൻ മറക്കും കേട്ടോ. ഇഷ്ടംപോലെയുണ്ട്, അതുകൊണ്ട് ഞാൻ പരമാവധിയൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കാറുണ്ട്. ഇതുപോലെയൊന്നും അല്ലായിരുന്നു കേട്ടോ, പണ്ട് ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊരാക്കം വന്നതാണ്. കുരുവും കോമയും കുത്തുമൊക്കെ എൻ്റെ കൂടപ്പറപ്പുകളാണ്, പക്ഷേ എനിക്ക് അതിനോടൊന്നും പരാതിയില്ല. ആൻഡ് നമ്മുടെ സ്കിന്നാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പുതിയതായിട്ട് വന്നൊരു കുരുവാണ് കേട്ടോ ഇത്. ഞാൻ മാസിൻ്റെ ഒരു 4-in-1 മേക്കപ്പ് ബ്രഷ് വാങ്ങിയതാണ്. നല്ല യൂസ്ഫുള്ളാണ്. നമുക്കിപ്പോൾ ട്രാവലൊക്കെ പോകുമ്പോൾ ഈ ഒരു സാധനം എടുത്താൽ മതി, അടിപൊളി, നല്ല യൂസ്ഫുള്ളാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ഒക്കെയാണ്. ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ഷോർട്ട്ലി അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുത്തും കോമയും പാടും എല്ലാം ഞാൻ നല്ലോണം മറച്ചു കൊടുക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ സ്കിന്നിനെ ഓവർ കെയർ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ വരുന്നത്. ചെറുതായിട്ട് ആ സ്കിന്നിന് അതിൻ്റെ ഒരു സമയമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാവുന്നതാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറില്ല. അണ്ടർ ഐയും ഒരു ചെറുതായിട്ട് എനിക്ക് കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ഇഷ്ടമാണ്, ചില ദിവസം ഫില്ല് ചെയ്യുന്ന ഇഷ്ടമില്ല. അപ്പോൾ ഫില്ല് ചെയ്യാത്ത ദിവസം ഞാനിങ്ങനെ ഒരു സ്പൂളി എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. എനിക്ക് ത്രെഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര കാട് പോലെ വളർന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ റൈസർ എടുത്തിട്ട് അടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഷേവ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഐബ്രോ കെയർ ചെയ്യുന്ന എന്നെക്കൊണ്ടത് പറ്റത്തില്ല. അടുത്തത് സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ള ഒരു കാജലാണ് കേട്ടോ. നല്ല കാജലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉള്ളത് പറയാമല്ലോ, ഞാൻ ഇതുവരെ വാങ്ങിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാജൽ ഇതാണ്. ഞാൻ ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഇതിലും പൈസ കൂട്ടി വാങ്ങിയതെല്ലാം ഫ്ലോപ്പായിട്ടുണ്ട്, പക്ഷേ ഇത് നല്ലതാണ്. ടു ആൻ എക്സ്റ്റെൻറ്റ് അത്യാവശ്യം നല്ലോണം ഇത് സ്മഡ്ജ് പ്രൂഫുമാണ്. ഇപ്പോൾ ലോവറിൽ അപ്ലൈ ചെയ്താൽ അടിയിലേക്ക് പരക്കുക അങ്ങനെയൊന്നുമില്ല. വൈകുന്നേരം ഇത് കഴുകിക്കളയാൻ നല്ല ബുദ്ധിമുട്ടുമാണ് ഗൈസ്. കുറേയൊക്കെ ഇത് എനിക്കൊന്ന് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള മെഷ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതും വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിലും നല്ല മസ്കാരാസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കേട്ടോ, അതും കൂടെ ഞാൻ പറയാമല്ലോ. എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ലാഷ് ലെങ്തനിങ് അങ്ങനെയൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു എനിക്ക് അത്യാവശ്യം കുറച്ചൊരു കൺപീലിയൊക്കെ ഉണ്ട്, ഓവറായിട്ടില്ലെങ്കിലും കുറച്ച് ആവശ്യത്തിൽ കുറച്ച് കുറവ് ഉണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നിൽക്കണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നല്ല നീട്ടം വേണം, നല്ല കട്ടി വേണമെന്നൊന്നുമില്ല. അപ്പോൾ അത്രയും ഞാനത് ചെയ്ത് കൊടുത്തു. തന്നെ പിന്നെ നമ്മൾ ചുണ്ടിലത്തെ കലാപരിപാടികൾ, ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു റോയൽ റെഡോ അങ്ങനെ എന്തോ ഒരു ലിപ്പ് ലൈനറാണ്, നല്ല ലിപ്പ് ലൈനറാണ് കേട്ടോ. അത് ഞാൻ നല്ലോണം ഓവർലൈൻ ചെയ്ത് കൊടുക്കും, ഉള്ളിലും ഞാൻ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കും. കാരണം ലിപ്പ് ഇങ്ങനെ എടുത്തു നിൽക്കണം. മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു റെഡ് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല പോപ്പപ്പ്. സത്യമാണ് കേട്ടോ, നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ആൻഡ് ഞാൻ എപ്പോഴും ബ്രൈറ്റ് ആയിടുന്നത്. ഇത് മാസിൻ്റെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ് കേട്ടോ, നല്ലൊരു ബ്രിക്ക് റെഡ് കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, തീരെ സ്മഡ്ജും ആവത്തില്ല കേട്ടോ. ഇത് രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ അതേപോലെ ഇരിക്കും. എനിക്ക് അങ്ങനത്തെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളും പ്രഹസനങ്ങളും അത്രയേ ഉള്ളൂ. കലാപരിപാടികളും അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് പണിക്ക് പോകാൻ നോക്കാം. കാലത്തെ സമയം ഇച്ചിരി ആയേ, അതുകൊണ്ട് മുടിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീക്കി വെച്ച്, കുറേ ഇല്ലാത്തത് കൊണ്ട് അതിൽ ഞാൻ ഷോയൊന്നും കാണിക്കാറില്ല, പരീക്ഷണങ്ങളൊന്നുമേ കാണിക്കാറില്ല. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ പല പരീക്ഷണങ്ങൾ നിർത്തിയിട്ട് നമുക്കിന്ന് പണിക്ക് പോവാം ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.